100 പൂക്കളെ ചതച്ചരച്ച കാലമേ വീഴുകില്ല തളരുകില്ല ഈ മനുഷ്യൻ. സഞ്ജു സാംസനെ കുറിച്ച് പറയുന്ന വാക്കുകൾ. അദ്ദേഹത്തെ ഇത്രയും കാലം വിമർശിച്ച ആളുകൾക്ക് നാവ് കൊണ്ടല്ല ബാറ്റ് കൊണ്ടാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. ഇന്നലെ അദ്ദേഹത്തിന്റെ ദിവസമായിരുന്നു. ഇറ്റ്സ് ഡേ അറ്റ് സഞ്ജു സാംസൺ. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഇന്നിങ്സ് ചിലപ്പോൾ ഇന്നലെ ആയിരിക്കും. വേൾഡ് കപ്പിൽ സെഞ്ചുറി അടിച്ചിട്ടില്ലെങ്കിൽ പോലും സെഞ്ചുറിക്കും മേലെ നിൽക്കുന്ന ഒരു ഇന്നിങ്സ്. എല്ലാ ബാറ്റിംഗിൽ നിൽക്കുന്ന വ്യക്തികൾക്കും സമ്മർദ്ദമുണ്ടായിട്ടും ആ സമ്മർദ്ദങ്ങളൊന്നും മുഖത്തും ശരീരഭാഷയിലും ബാറ്റിലും പ്രതിഫലിപ്പിക്കാതെ കളിച്ച മനുഷ്യൻ. അദ്ദേഹത്തിന് ദൃഢനിശ്ചയമുണ്ടായിരുന്നു ഇന്നലത്തെ ദിവസത്തെക്കുറിച്ച്. കാരണം ഇന്നലത്തെ ആ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഒരിക്കലും മായാത്ത ഒരു ഓർമ്മയായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹത്തിന് അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നവും ദൈവത്തിന്റെ സഹായവും ഇത്രയും കൂടി ജനങ്ങളുടെ പ്രാർത്ഥനയും ഇന്നലെ അത് അദ്ദേഹത്തിന്റെ ബാറ്റുകളിലൂടെ ഒഴുകിക്കളിച്ചു ആ സ്റ്റേഡിയത്തിൽ. വിമർശിച്ചവർക്കൊക്കെ ഇതിലും വലിയൊരു മറുപടി ഇനി കൊടുക്കാനില്ല. എത്രയോ ആളുകളാണ് അദ്ദേഹത്തെ എതിർത്തിരുന്നത്. ഇന്ന് അതേ ആളുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ കളി കണ്ട് കരഞ്ഞുപോയി എന്നാണ് പല ആളുകളും പറഞ്ഞത്. ഞാനും അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് കരച്ചിൽ വരുന്നു എന്നാണ്. വിമർശിക്കാൻ എളുപ്പമാണ്, അതായത് പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. അതിനൊരുപാട് നമ്മൾ പണിയെടുക്കണം. ഇനി നിങ്ങൾ ആ പണിയെടുത്ത് തുടങ്ങിയോ വിമർശിച്ചവരൊക്കെ? ഇനി ചിലപ്പോൾ അദ്ദേഹം സെമിയിലോ ഫൈനലിലോ 0-യിലൊക്കെ പോയിക്കോട്ടെ, പക്ഷെ സെമിയിലേക്ക് ആ ടീമിനെ എത്തിച്ചു. ഇനി മറ്റൊരാളെ ഫോം ആവട്ടെ, അയാൾ വിജയിപ്പിക്കട്ടെ. ഫൈനലിൽ വേറെ ആൾ ഫോം ആവട്ടെ, അയാൾ വിജയിപ്പിക്കട്ടെ. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ സെമിയിലേക്ക് അദ്ദേഹം എത്തിച്ചു കഴിഞ്ഞു. ഇന്ത്യ ഒരിക്കലും സെമി നേടുമെന്ന് എനിക്ക് തോന്നില്ല. 95% ആളുകളും അത് വിശ്വസിച്ചിരുന്നില്ല. ഇന്നലത്തെ സ്കോർ പ്രകാരം 195. പക്ഷേ സഞ്ജു അവിടെ അടിയുറച്ച് നിന്ന് സഞ്ജു 50 അടിച്ച സമയത്തും കോച്ച് ഗൗതം ഗംഭീർ സ്റ്റേ വിത്ത് ഹിയർ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സഞ്ജു ഓൾറെഡി അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കളിയുടെ അവസാനം വരെ അയാൾ അവിടെ നിൽക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. പുതിയ ബാറ്റസ്മാൻമാർ വരുമ്പോൾ അദ്ദേഹം ഒരു സിംഗിൾ എടുത്തുകൊണ്ട് അവർക്ക് സ്ട്രൈക്ക് കൈമാറി അദ്ദേഹം ഈ വർഷത്തെ കളി കണ്ടിരുന്നു. അവരവരുടെ ജോലി എടുത്ത് അവർ പോയി. വീണ്ടും അടുത്ത സിംഗിൾ 4, 6 ഇങ്ങനെ കടന്നുപോയി സഞ്ജുവിന്റെ ഇന്നിങ്സുകൾ. ഒരു തരി കണ്ണ് എടുക്കാതെ കണ്ടിരുന്ന കളി. ഇനി നിങ്ങളൊന്ന് വിമർശിക്കൂ. ഇനി നിങ്ങൾക്ക് എന്താണ് വിമർശിക്കാനുള്ളത്? നിങ്ങൾ വിമർശിക്കും, കാരണം ഇത് നിങ്ങളുടെ രക്തത്തിൽ കലർന്നാണ് വിമർശനം എന്നുള്ളത്. നെഗറ്റീവ് പറയുന്നവർ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ആ നെഗറ്റീവിനെ അതിജീവിക്കുന്ന പോസിറ്റീവായുള്ള മനുഷ്യരുണ്ട് ഇവിടെ. അതിന് ഏറ്റവും ഉദാഹരണമാണ് സഞ്ജു സാംസൺ. താങ്ക് യു സഞ്ജു, താങ്ക് യു സോ മച്ച്. ബിഗ് സല്യൂട്ട്.